ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത് സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്ത് മനുഷ്യ ജീവിതത്തിന് ആവശ്യമാണ്. മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. സമ്പത്തുള്ളവർക്കാണ് അങ്ങനെ ജീവിക്കാൻ കഴിയുക. ഭൗതിക സമ്പത്താണ് മനുഷ്യനെ സമ്പന്നനാക്കുന്നത് എന്ന് ഇതിനർത്ഥമില്ല. ഭൗതിക സമ്പത്തും മനുഷ്യന് ആവശ്യമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ചില മനുഷ്യര് സമ്പത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കും. ചിലർ ജീവിക്കുന്നത് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ചിലർ മരിക്കുന്നതും സമ്പത്തിനു വേണ്ടിയിട്ടാണ്. സമ്പത്തുള്ളവരും ഇല്ലാത്തവരുമെന്ന് ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. സമ്പത്തുള്ളവർക്ക് സമ്പത്ത് പെരുകുകയാണ്. ഇല്ലാത്തവര് കൂടുതൽ ദരിദ്രരായി മാറുകയും ചെയ്യുന്നു. മറ്റൊരു കാലത്തും ഇല്ലാത്തത്ര ശതകോടീശ്വരന്മാര് ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ദരിദ്രരുടെ എണ്ണവും പെരുകിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ഇത്രമാത്രം ജനസംഖ്യയുണ്ടായിരിക്കെ അവരെ മുഴുവന് തീറ്റിപ്പോറ്റാനുള്ള വിഭവശേഷി ലോകത്തിനുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കുള്ള ഉത്തരം പതിറ്റാണ്ടുകൾക്ക് മുൻപ് ടാൻസാനിയൻ പ്രസിഡന്റ് ജൂലിയസ് നയരേരെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വിഭവങ്ങളുടെ കുറവല്ല, വിതരണത്തിലെ പ്രശ്നങ്ങളാണ് ദാരിദ്ര്യം പെരുകാൻ കാരണം. സമ്പത്ത് എങ്ങനെ ആർജിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ വിതരണം ചെയ്യണമെന്ന് കൃത്യമായി പറയുന്നത് ബൈബിളിലാണ്. ബൈബിള് സമ്പത്തിനെക്കുറിച്ച് പറയുന്നത്, സമ്പത്ത് മനുഷ്യൻ്റെ സ്വന്തമല്ല, അത് ദൈവം അവന് ദാനമായി നൽകിയതാണ്. മനുഷ്യൻ സമ്പത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ് എന്നത്രേ. സമ്പത്ത് അതിൽ തന്നെ തിന്മയല്ല എന്നും ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹമുള്ളവന് സമ്പത്തുണ്ടാകുന്നുവെന്ന് പഴയ നിയമത്തിൽ വായിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സമ്പത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് മാമോൻ എന്നാണ്. ചിലര് കരുതുന്നത് മാമോന് പിശാചാണ് എന്നത്രേ. ആ അർത്ഥത്തിലല്ല ഈ പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മനുഷ്യനെ ചൊൽപ്പടിക്ക് നിർത്തുന്നവൻ, അധികാരി എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. അതായത് പണം മനുഷ്യനെ ദാസനെ പോലെ അടിമയാക്കി നിർത്തുമെന്ന് സൂചന. സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ മനോഭാവം അനുസരിച്ചാണ് അത് നന്മയോ തിന്മയോ ആയി തീരുന്നത്. സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വാക്കുകൾ ഓർമ്മിക്കാവുന്നതാണ്. ഒന്ന് നീഡ്, അതായത് നമുക്കാവശ്യമുള്ളതെല്ലാം സ്വന്തമാക്കുന്നതിന് വേണ്ടുന്നത്ര പണം നമുക്ക് ആർജിക്കാനും സൂക്ഷിക്കാനും അവകാശമുണ്ട് എന്നാണ്. രണ്ടാമത്തേത് ഗ്രീഡ് എന്ന വാക്കാണ്. അത്യാർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ആവശ്യത്തിലധികം ആർജിക്കാനും സൂക്ഷിക്കാനും ഉപയോഗിക്കാനുമുള്ള താല്പര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് തീർച്ചയായും മനുഷ്യനെ സഹായിക്കുകയല്ല, അവനെ അപകടത്തിൽപ്പെടുത്തുകയാണ് ചെയ്യുക. മിക്ക മനുഷ്യർക്കും പണത്തോട് അത്യാർത്തിയാണ്. എത്ര കിട്ടിയാലും പോരാ എന്ന ചിന്തയാണ്. എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള വിചാരമാണ്. ഏത് മാർഗവും അതിന് സ്വീകരിക്കാമെന്ന ചിന്തയാണ്. അത് സമ്പത്തിൻ്റെ നേർക്കുള്ള തെറ്റായ സമീപനമാണ് എന്ന് ബൈബിള് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പണത്തോടുള്ള ആർത്തിയെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഒരു കഥ ഓർമ്മിക്കുകയാണ്. ഒരു മനുഷ്യന് ദരിദ്രനാണ്. പണമുണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പരിശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. അയാൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു. ഒരിക്കലൊരു ദൈവം അയാൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ആവശ്യം എന്താണെന്ന് ചോദിച്ചു. പണമുണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു.
പണം തരാമെന്ന് ദൈവം അയാളോട് വാഗ്ദാനം ചെയ്തു. അയാൾക്ക് വലിയ സന്തോഷമായി. അയാൾ ദൈവത്തിൻ്റെ കൂടെ ഒരു വീട്ടിലെത്തുകയാണ്. ദൈവം പറയുന്നു, ഈ വീട്ടിൽ പല മുറികളുണ്ട്, എല്ലാ മുറിയിലും സ്വർണമുണ്ട്. അതിലൊരു മുറിയിൽ സ്വർണം വാരിക്കൂട്ടുന്നതിന് ചാക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ എടുക്കാം, സ്വർണം വാരിക്കൂട്ടാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ നിശ്ചയിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ സാധിക്കുന്നിടത്തോളം സ്വർണം സ്വന്തമാക്കി പുറത്തു വരണം. ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാതിലുകളെല്ലാം അടയും, പുറത്തു കടക്കാനാവുകയില്ല. ഈ നിർദ്ദേശം കേട്ട് വലിയ ഉത്സാഹത്തോടുകൂടി ദരിദ്രനായ ആ മനുഷ്യൻ സ്വർണം വാരിക്കൂട്ടാൻ വേണ്ടി ചാക്കുമെടുത്ത് ഒരു മുറിയിലേക്ക് കടന്നു. ഒരു ചാക്ക് നിറയെ അയാൾ വാരിക്കൂട്ടി. അടുത്ത മുറി തുറന്നപ്പോൾ അതിൽ കൂടുതൽ സ്വർണം അവിടെ കാണുന്നു. മറ്റൊരു ചാക്കെടുത്തു, അതും നിറച്ചു. അടുത്ത മുറി തുറന്നു, 2 ചാക്ക് നിറയെ അവിടെ സ്വർണം വാരിക്കൂട്ടി. അടുത്ത മുറി തുറന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണം അവിടെയാണെന്ന് കണ്ട് അയാൾ വീണ്ടും ചാക്ക് നിറച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ മണിയടിച്ചു. അയാൾ ഓടി വാതിൽക്കലെത്തി. എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുന്നു. പല ചാക്കുകളിൽ സ്വർണം നിറച്ചു. പക്ഷേ ഒരു ചാക്കിലെ സ്വർണം പോലും പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അയാൾ വലിയ തോതിൽ അസ്വസ്ഥനായി. ഇതാണ് പണത്തോട് അത്യാർത്തി കാണിക്കുന്നവർക്ക് സംഭവിക്കുന്ന വിപത്ത്. സ്വന്തം പണം അതെങ്ങനെ ലഭിച്ചതാണെങ്കിലും സ്വന്തമായി ഉപയോഗിക്കാനുള്ളതും അതില്ലാത്തവർക്ക് പങ്കുവെക്കുവാനുമുള്ളതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ലാസറിൻ്റെയും ധനികൻ്റെയും ഉപമ. 16-ാം അധ്യായം 19 മുതലുള്ള വചനങ്ങളിലാണ് ആ കഥ നമ്മൾ വായിക്കുന്നത്. ധനികനായ മനുഷ്യന് സുഭിക്ഷമായി ജീവിച്ചവനാണ്. അവന് രുചികരമായ ഭക്ഷണവും അഴകുള്ള വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. അവൻ്റെ വീട്ടുമുറ്റത്ത് ദരിദ്രനും രോഗിയുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു പേര് മാത്രമാണ്, ലാസർ. 2 പേരും മരിച്ചു. മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാനാവില്ല എന്ന് ഓർമ്മിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഈ ലോകത്തിലേക്ക് വരുന്നത് വെറും കൈയോടെ, കടന്നു പോകുന്നതും വെറും കൈയോടെയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട ഒരു കഥ എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. ശവമഞ്ചത്തിൽ കൈകൾ പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കണം. അത് ലോകത്തിനൊരു സന്ദേശമായിട്ടാണ്. ഈ ലോകം മുഴുവന് വെട്ടിപ്പിടിച്ചവനാണ്. കടന്നു പോകുമ്പോൾ പക്ഷേ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഭൂമിയിൽ ദരിദ്രനായിരുന്ന ഈ കഥയിലെ ലാസർ സ്വർഗത്തിൽ സമ്മാനിക്കപ്പെട്ടു. ഇവിടെയെല്ലാം ഉണ്ടായിരുന്ന ധനികൻ നരകത്തിൽ നിബന്ധിക്കപ്പെട്ടു എന്നാണ് കഥയിൽ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ധനികൻ നരകാഗ്നിയിൽ വീണത്? ലാസറിനെ ഉപദ്രവിച്ചതുകൊണ്ടല്ല, അന്യായമായി അയാൾ എല്ലാം സമ്പാദിച്ചു എന്നുള്ളത് കൊണ്ടുമല്ല. അയാൾക്കുണ്ടായിരുന്ന സമ്പത്ത് ദരിദ്രനായിരുന്ന ലാസറിന് കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതിനാലാണ്. മറ്റൊരു സംഭവം നമ്മൾ 18-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിലാണ് ലൂക്കാ സുവിശേഷത്തിൽ വായിക്കുന്നത്. അത് ഒരു ധനികൻ്റെ കഥയാണ്. യേശുവിൻ്റെ പക്കലെത്തി അയാൾ ചോദിക്കുകയാണ്, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്തു ചെയ്യണം? ഈ ചോദ്യത്തിന് മറുപടിയായി യേശു പറഞ്ഞത്, നീ പ്രമാണങ്ങളെല്ലാം അനുസരിക്കണമെന്നാണ്.
പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനായിരുന്നു അദ്ദേഹം എന്നുള്ളതുകൊണ്ട് വലിയ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുന്നുണ്ട്. ഈ ഉത്തരം കേട്ടിട്ട് പക്ഷേ യേശുവിന് തൃപ്തിയായില്ല. അവിടുന്ന് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. കുറവെന്ത് എന്ന് കേൾക്കാൻ വേണ്ടി അയാൾ കാതോർത്തപ്പോൾ യേശു പറഞ്ഞു, നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുക. ഈ നിർദ്ദേശം കേട്ടപ്പോൾ അയാളുടെ മുഖപ്രസാദം നഷ്ടപ്പെട്ടു. അയാൾ പിന്തിരിഞ്ഞ് പോവുകയാണ്. നിത്യജീവൻ വേണമെന്നുള്ള ചിന്ത അയാളുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അയാൾക്ക് നിത്യജീവനേക്കാൾ പ്രധാനപ്പെട്ടത് സമ്പത്തായിരുന്നു. അതായത് നിത്യജീവൻ പ്രാപിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്ന സമ്പത്ത് ഉപേക്ഷിക്കാൻ അയാൾ സന്നദ്ധനായിരുന്നില്ല എന്നർത്ഥം. പ്രമാണങ്ങളെല്ലാം പാലിച്ച് ജീവിക്കുന്നവൻ ഉത്തമനായ ക്രൈസ്തവനെന്ന് സ്വയം നീതീകരിക്കാൻ പാടില്ല എന്നീ കഥ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ ക്രിസ്തീയത പങ്കുവെക്കലിലൂടെ നേടിയെടുക്കുന്ന വിശുദ്ധിയാണ്. പങ്കുവെക്കലിൻ്റെ ആത്മീയതയാണ് യേശു പഠിപ്പിച്ചത്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വായിക്കുന്ന ഭോഷനായ ധനികൻ്റെ കഥ കൂടി നമ്മൾ ഓർമ്മിക്കുമ്പോൾ എങ്ങനെയാണ് സമ്പത്ത് മനുഷ്യന് മിത്രമാകുന്നത്, ശത്രുവാകുന്നത് എന്ന് മനസ്സിലാകും. ഈ കഥയിലെ ധനികൻ ഒരു കർഷകനായിരുന്നു. ധാരാളം ഭൂസ്വത്തുണ്ട്. ഈ വർഷം ധാരാളം വിളവുകൾ അയാൾക്ക് ലഭിക്കുകയാണ്. വലിയ സന്തോഷമായി. അയാൾ ഇരുന്ന് ചിന്തിച്ചു, സമ്പത്ത് എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളതിനെക്കുറിച്ച് പദ്ധതികൾ മനസ്സിൽ മെനഞ്ഞെടുത്തു. എന്നിട്ട് സന്തോഷത്തോടെ ആത്മാവിനോട് പറയുകയാണ്, ആത്മാവേ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കാരണം വിളവെല്ലാം ഞാൻ കളപ്പുരയിൽ സൂക്ഷിച്ചു വയ്ക്കും. ഇപ്പോഴുള്ള കളപ്പുര ചെറുതാണ്, ഞാൻ വലുത് പുതുക്കിപ്പണിയും. തലമുറകളോളം അതെനിക്ക് ഉപകാരപ്പെടും. ഇങ്ങനെ സന്തോഷിച്ച് ആത്മനിർവൃതിയിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, ഭോഷ, ഇന്ന് നിന്റെ ജീവനെ ഞാൻ ആവശ്യപ്പെട്ടാൽ നീ എന്ത് മറുപടി പറയും? സമ്പത്തിൻ്റെ നടുവിൽ കഴിയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, സമ്പത്ത് എൻ്റേതല്ല. ദൈവം എൻ്റെ ജീവനെ തിരിച്ചു ചോദിച്ചാൽ ഈ സമ്പത്തൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് കഴിയുമോ? അതുകൊണ്ട് സമ്പത്തിനെക്കുറിച്ചുള്ള ക്രൈസ്തവമായ കാഴ്ചപ്പാട് നമ്മൾ അറിയുകയും അത് ജീവിത നിയമമാക്കുകയും ചെയ്യണം. അങ്ങനെ സമ്പത്തിനെ അനുഗ്രഹമാക്കാൻ നമുക്ക് സാധിക്കും.